ഇത് നമ്മുടെ ഗാരേജിൽ ടാങ്ക് ലീക്കേജായി വന്ന പൾസർ 150 ആണ്. ഇത് കസ്റ്റമർ ഇതിൻ്റെ മുമ്പ് ടാങ്ക് എംസിയിലിട്ട് അടിച്ചതായിരുന്നു. പക്ഷേ അത് ഒരു പ്രോപ്പർ രീതിയിലല്ല അടിച്ചത്. അതുകൊണ്ട് വീണ്ടും ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ അത് പ്രോപ്പർ രീതിയിൽ എങ്ങനെ അടക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. ആദ്യമായി നമുക്ക് പെട്രോൾ ടാപ്പ് റിമൂവ് ചെയ്യണം. ടാങ്കിലുള്ള പെട്രോൾ ഒരു ക്യാനിലേക്കോ മറ്റോ റിമൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ പുതിയതായി എംസിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായി അത് ഒട്ടുകയുള്ളൂ. ഈ ചളിയാണ് ഇതിലൂടെ ചളിയാണ്. ഇനി നമുക്ക് ഡാമേജ്ഡ് ആയ എംസിയിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. ഇതാണ് എംസിയിൽ ഏകദേശം 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് സ്പെയർ പാർട്സ് ഷോപ്പുകളിലും ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ ലഭ്യമാണ്. പാക്കറ്റിൽ 2 ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഈ 2 ടൈപ്പ് മെറ്റീരിയൽസും തുല്യ അളവിൽ മിക്സ് ചെയ്യുക. ചുരുങ്ങിയത് ഒരു 2-3 മിനിറ്റെങ്കിലും പൂർണ്ണമായി നമ്മൾ മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ 2 മെറ്റീരിയൽസും കറക്റ്റ് അളവിൽ മിക്സ് ആവുകയുള്ളൂ. നേരത്തെ കൂട്ടി എടുത്തില്ല. നമുക്ക് എംസിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഭാഗം ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. പൊട്ടിക്കുന്നതിന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഹോളുള്ള ഭാഗത്ത് ചെറിയ അളവിൽ എന്ത് ചെയ്യുക? എംസിയിൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളിലും പൂർണ്ണമായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ചെറിയൊരു അളവിൽ അപ്ലൈ ചെയ്യുക. എംസിയിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ എഡ്ജുകളെല്ലാം കറക്റ്റായി സീറ്റിങ്ങായി നിൽക്കണം വേണ്ടിയിട്ട് നമ്മൾ എംസിയിൽ അപ്ലൈ ആക്കിയതിന് ശേഷം വാട്ടർ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇതിൻ്റെ കറക്റ്റ് ഇത് സീറ്റിങ്ങായി നിൽക്കുകയുള്ളൂ. ഈ വാട്ടർ അപ്ലൈ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ കൂടുതലായി വാട്ടർ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മളെ വിരലിൽ കുറച്ച് വെള്ളം എടുത്ത് എംസിലിൻ്റെ മുകളിൽ എഡ്ജുകളെല്ലാം ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവുന്ന രീതിയിൽ മാത്രമേ വെള്ളം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ നമ്മൾ എംസിയിൽ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് എംസിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ അളവിൽ മാത്രം വെള്ളം അപ്ലൈ ചെയ്യുക.
വലിയ പി സി എം സിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെറിയ രീതിയിൽ വെള്ളം അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക, എല്ലാ എഡ്ജും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടാങ്കിനോട് യോജിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് സീറ്റിംഗ് ആക്കി കൊണ്ടുവരിക. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് ലീക്ക് നിൽക്കുകയുള്ളൂ. മതിയോ? ഇതിനെ തമ്മിൽ കൊടുക്കുക, ഹോട്ടലിൽ കൊടുക്കുക, ഹോട്ടലിൽ കൊടുക്കുക, പിന്നെ അടച്ചും കൊടുക്കല്ലേ. നമ്മൾ എം സിയിലെല്ലാം കറക്റ്റ് സെറ്റാക്കിയതിന് ശേഷം പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടി ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെയിലുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, നമ്മൾ ടാങ്ക് വെക്കാൻ ശ്രമിക്കുക.